മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കരട് പട്ടിക പുതുക്കി ഇനി കണ്ടെത്താനുള്ളത് 119 പേരെ എന്നാണ് ഔദ്യോഗിക കണക്ക്. 9 പേരുടെ DNA പരിശോധനാ ഫലം ലഭിച്ചു. ഇതോടെയാണ് പട്ടിക പുതുക്കിയത്. ദുരിതബാധിതർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം നാളെയാണ്. ചാലിയാറിലും മുണ്ടക്കയിലും തിരച്ചിൽ തുടരുകയാണ്. ചൂരൽമലയിൽ നിന്ന് തനേഷ് തമ്പിയും വിപിൻ സി വിജയനും സുർജിത്ത് അയ്യപ്പത്തും, മേപ്പാടി ക്യാമ്പിൽ നിന്ന് സുഹൈൽ മുഹമ്മദും, ചാലിയാറിൽ നിന്ന് നമ്മുടെ പ്രതിനിധി സമീർ ബിൻ കരീമും, അങ്ങനെ 5 പ്രതിനിധികൾ പല ഇടങ്ങളിൽ നിന്നായിട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം തനേഷ് തമ്പിയിലേക്ക് പോകാം അല്ലേ? തനേഷ്, ഈ അവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുഡ് മോർണിംഗ് എന്നുള്ള ഒരു പറച്ചിലിന് ഒരു പ്രസക്തിയുമില്ല എന്ന് നമുക്കറിയാം. തനേഷ് ഇപ്പോൾ പോയിട്ട് കുറച്ച് ദിവസമായി. അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ആകെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് തനേഷ്? സ്മിത, ക്രിസ്റ്റീന, 119 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ഇവിടുത്തെ ഒരു 2 ഗ്രാമങ്ങളുടെ ആകെ ജീവിതം ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥ. അതുകൊണ്ട് തന്നെ അത് മറികടക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂരൽമല ടൗണിലാണ്. ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വളരെ സജീവമായിരുന്ന ഒരു മേഖലയായിരുന്നു ഇത്. ഈ മേഖലയിലൂടെയാണ് ഈ ഉരുൾപൊട്ടി മലവെള്ളം കുത്തിയൊലിച്ചു പോയത്. ഈ കടകൾക്ക് ഉള്ളിലൂടെയും ഒക്കെ കുത്തിയൊലിച്ചു പോയ ആ മലവെള്ളപ്പാച്ചിൽ തകർന്നുപോയ ഒരു ഗ്രാമത്തിലെ കവല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഇരുവശങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം. ഇന്നലെ മുതലാണ് ഇവിടെ ഈ കടകളൊക്കെ വൃത്തിയാക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇത് ഒരുപക്ഷെ ഈ അതിജീവനത്തിന്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറെ നാളുകൾക്ക് ശേഷം ഈ ദുരന്തബാധിതരായ ആളുകളൊക്കെ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തുകയും ഈ കടകൾക്കകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന കല്ലും മണ്ണും അതുപോലെ തന്നെ ചെളിയും ഒക്കെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. നമുക്ക് കാണാം, ഒരു കടയിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജാണ്. അത്തരത്തിലുള്ള എല്ലാ സാധന സാമഗ്രികളും നശിച്ചിരിക്കുന്നു. ഈ കടകളൊക്കെ വീണ്ടെടുക്കണമെങ്കിൽ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ അതിന്റെ ഒരു ഭീകരത കാണാം. ഇത് വൃത്തിയാക്കിയതിനു ശേഷമുള്ള ദൃശ്യമാണ് എന്നുള്ളത് ഓർക്കണം. ഒരു പരിധിവരെ ഇന്നലെ ഉച്ചവരെ നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്രയെങ്കിലും വൃത്തിയോടുകൂടിയിരിക്കുന്നത്. ഇതിനേക്കാൾ ഭീകരമായിരുന്നു ഈ കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എന്തായാലും പതുക്കെ അതിജീവനത്തിന്റെ ഒരു വഴിയിലേക്ക് മാറുകയാണ് ഈ ചൂരൽമല ഗ്രാമം. മുകളിൽ മറ്റു മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായി തകർന്നു തരിപ്പണമായ അല്പമെങ്കിലും അവശേഷിച്ചത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അതിജീവനം അല്പസമയത്തിനകം തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തും. ഈ ബാക്കിയുള്ള കടകൾ കൂടി വൃത്തിയാക്കും. സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. എന്തായാലും 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പുനർനിർമ്മാണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനുവേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ കൈകോർത്തുകൊണ്ടുള്ള ഒരു ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനം ഇതിനുവേണ്ടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് കാണാം, ഇതൊക്കെ ചായക്കടകളും എങ്ങനെയാണോ ഒരു ഗ്രാമത്തിലെ ഒരു മനോഹരമായ ഒരു കവല ഉണ്ടാവുക, ഇരുവശങ്ങളിലെ കടകളായിട്ടുള്ള അവിടെ കൊച്ചു കൊച്ചു കടകൾ, ആ കടകളിൽ ഹോട്ടലുകളുണ്ട്, മൊബൈൽ റീചാർജ് ചെയ്യുന്ന കടകളുണ്ട്, പലചരക്ക് കടകളുണ്ട്, ചെറിയ തുണിക്കടകളുണ്ട്. അത്തരത്തിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിന്റെ സൗന്ദര്യം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇത്തരത്തിൽ ചെളി അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഒരുപക്ഷെ ഇതിനേക്കാൾ ഭീകരമായ കാഴ്ചയാണ് മുണ്ടക്കൈ ഗ്രാമത്തിലുള്ളത്. അവിടെ ഒന്നും അവശേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ ഗ്രാമത്തെ ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ അവരിൽ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നു. പല ആളുകളെയും വാടക വീടുകളിലേക്ക് മാറ്റി. ചൊവ്വാഴ്ചയോടുകൂടി വാടക വീടുകളിലേക്കുള്ള ആളുകളെ പൂർണ്ണമായി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ക്യാമ്പുകളുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സർക്കാർ, ജില്ലാ ഭരണകൂടവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ നോക്കുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ക്രമീകരണം, മാനസികമായിട്ടുള്ള ശക്തി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് വളരെ സജീവമായി നടക്കുന്നുണ്ട്. അവർ സാമൂഹികവൽക്കരണത്തിലൂടെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ ഒരു കൂട്ടായ പ്രയത്നം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവരും അല്ലെങ്കിൽ ഈ ദുരന്തത്തിന് ഇരയായി മറ്റ് വീടുകളിലേക്കൊക്കെ മാറിപ്പോയിട്ടുള്ള ആൾക്കാർക്കുമൊക്കെ അതിജീവിക്കാൻ കഴിയും, അവരെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എല്ലാവരും. ഒരു നാടാകെ അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമുക്ക് കാണാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തിരച്ചിൽ വളരെ കുറവാണ്. കാരണം ജനകീയ തിരച്ചിൽ അവസാനിപ്പിച്ച് 2 ദിവസമായി. അതിനും 2 ദിവസം മുൻപ് തന്നെ അനൌദ്യോഗികമായി തന്നെ ഈ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നില്ല. ഏതെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ ചൂണ്ടിക്കാണിക്കുന്ന സംശയം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിൽ പരിശോധന നടക്കാറുണ്ട്. അതും 3 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതിനിടയിൽ ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് തകർന്നു കിടക്കുന്ന വീടുകൾക്കുള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തിരിച്ചെടുക്കാനുണ്ടെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടാകാം, സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകാം. അതും തന്നെ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകൾ അവരവരുടെ വീടുകളിലേക്ക് എത്തി സന്നദ്ധ പ്രവർത്തകരുടെ
സഹായത്തോടുകൂടി പരമാവധി വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിൽ ഇന്നും ഈ ഫയർ ആൻഡ് റെസ്ക്യൂ അതുപോലെ തന്നെ NDRF സംഘത്തിന് ഒന്നും തിരിച്ചു പോകാനുള്ള നിർദ്ദേശം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരിവിടെ ഇപ്പോഴും തുടരുന്നത്. കാരണം ആ നിലയിലുള്ള വ്യാപകമായ പരിശോധന പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ നഗരം ഇതിനെ പഴയ നിലയിലേക്ക് മാറ്റിയെടുക്കുക, ഇവിടുത്തെ ആളുകളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ശ്രമകരമായ ദൗത്യത്തിലേക്ക് പോവുകയാണ് ഒരു നാടൊന്നാകെ എന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. അല്പസമയത്തിനകം തന്നെ കൂടുതൽ ആളുകൾ ഈ കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമകളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ഇവിടെ മറ്റ് കാര്യങ്ങൾ, അതായത് വൃത്തിയാക്കുന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ നടക്കും. അവരുടെ പ്രതികരണങ്ങളിലൂടെ നമുക്ക് ഈ ഒരു ഗ്രാമത്തിന്റെയും അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിന്റെയും ഒക്കെ മുൻപുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. സ്മിത ക്രിസ്റ്റീന. ശരി, തനേഷ് തമ്പിയാണ് വിവരങ്ങളുമായി ചേർന്നത് അല്ലേ? ഇനിയിപ്പോ വിപിൻ സി വിജയനുണ്ട്. വിപിൻ ഇപ്പോൾ ഈ ആ മേഖലയിൽ എത്തിയിട്ട് കുറേ ദിവസങ്ങളാകുന്നു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന നഷ്ടം, അതിൻ്റെ വ്യാപ്തിയൊക്കെ മനസ്സിലായി. അതിനുപരിയായിട്ട് ഈ പുനരധിവാസ സമയത്ത് അവർക്ക് കൊടുക്കേണ്ടതായ ഒരു മാനസിക പിന്തുണയാണ്. കാരണം ഇനിയാണ് അവർക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ തലത്തിലും രാഷ്ട്രീയ ഭേദമന്യേ ഇത്തവണ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? സ്മിത ക്രിസ്റ്റീന, ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കേണ്ടത് വയനാട്ടിൽ ഇനി എന്ത്, അല്ലെങ്കിൽ ഈ ദുരിതബാധിതരുടെ കാര്യത്തിൽ ഇനി മുന്നോട്ടുള്ള ഒരു പുനരധിവാസം എങ്ങനെയാണ്, അവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ ശ്രമങ്ങളൊക്കെ കഴിയും എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വീടുകളിലേക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ടൗൺഷിപ്പ് ഒക്കെ ഉള്ളൊരു പദ്ധതികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. പക്ഷെ അതിനു മുൻപ് തന്നെ ഈ ക്യാമ്പുകളിൽ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചാണ് കഴിയുന്നത്. ഏകദേശം 12 ക്യാമ്പുകളിലായി 590 കുടുംബങ്ങളാണ് നിലവിൽ താമസിക്കുന്നത്. അപ്പോൾ ഇത്രയും കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അപ്പോൾ ഈ നാളത്തോടു കൂടി പരമാവധി വാടക വീടുകൾ സർക്കാരിൻ്റെ കണക്കിൽ തന്നെ കണ്ടെത്തുക, എന്നിട്ട് സ്വമേധയാ വാടക വീട് കണ്ടെത്താൻ കഴിയാത്തവരെ അങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. 300ഓളം വീടുകൾ 6 പഞ്ചായത്തുകളിലായി നിലവിൽ തന്നെ സർക്കാർ തലത്തിൽ ഉപസമിതിയുടെ നേതൃത്വത്തിൽ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് നാളെയും കൂടി കഴിഞ്ഞാൽ ഈ ക്യാമ്പുകൾ പിരിച്ചുവിട്ട പരമാവധി വേഗത്തിൽ അവരെ ആ വീടുകളിലേക്ക് താമസം മാറ്റുക എന്നുള്ളതാണ്. പിന്നീടുള്ളൊരു പ്രശ്നം അവിടെ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ശേഖരിക്കുന്നതിന് വേണ്ടി മേപ്പാടിയിൽ തന്നെ ഒരു ക്യാമ്പ് പോലെ ആരംഭിച്ചിട്ടുണ്ട്. പരമാവധി ഗൃഹോപകരണങ്ങൾ ശേഖരിച്ച് പൂർണ്ണമായും ഒരു വീട് എങ്ങനെയാണോ അങ്ങനെ ഒരു വീട് സെറ്റ് ചെയ്ത ശേഷം ഇവരെ അങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ഒരു അടിയന്തര ധനസഹായം ഉണ്ടായിരുന്നു. കാരണം അന്ന് ആ ദുരന്തം പെയ്തിറങ്ങിയ ആ രാത്രി ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ക്യാമ്പുകളിലേക്ക് എത്തിയവരാണ്. അവരുടെ അടുത്ത് ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും പണമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അടിയന്തര ധനസഹായമായി 10,000 രൂപ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ 614 പേർക്കാണ് ഈ സഹായം നൽകിയിരിക്കുന്നത്. ഈ പണം നൽകുന്നത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളും ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ഒരു അദാലത്ത് നടന്നു. പരമാവധി ആളുകൾ ആ ഒരു അദാലത്ത് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത്. അങ്ങനെ 614 പേർക്ക് ഇതിനോടകം പണം കൊടുത്തു. ഇനിയും ആളുകൾക്ക് ലഭിക്കാനുണ്ട്. ഇന്നിപ്പോൾ 20ാമത്തെ ദിവസമാണ് ഈ ദുരന്തം നടന്നിട്ട്. അപ്പോൾ എത്രയും വേഗം അത് പൂർണ്ണമായും കൊടുത്തു തീർക്കണം. ഈ സ്വമേധയാ വീട് കണ്ടെത്തിയവർ 6,000 രൂപയാണ് സർക്കാർ വാടക ഇനത്തിൽ കൊടുക്കുക. അങ്ങനെ ഒരുപാട് പേർ ഈ പ്രദേശത്ത് തന്നെ വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ തന്നെ മാറി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ക്യാമ്പുകൾ ആയി പ്രവർത്തിക്കുന്നത് സ്കൂളുകളാണ്. അപ്പോൾ ആ സ്കൂളുകൾ തുടങ്ങേണ്ടതുണ്ട്. കൂടാതെ തന്നെ ഈ പ്രദേശത്ത്, അതായത് ഇപ്പോൾ ഈ ചൂരൽമലയിലൊക്കെയുള്ള ഈ വെള്ളാർമല സ്കൂളിലെയൊക്കെ വിദ്യാർത്ഥികളെ അവർക്ക് പഠിക്കേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വയനാടിന് പ്രത്യേക അദാലത്ത് വരും ദിവസങ്ങളിൽ തന്നെ നടക്കും. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ചൂരൽമലയും മുണ്ടക്കയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് വിലയിരുത്തി ഇനി എന്താണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ റിലീഫ് സെന്ററുകളും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഉറ്റവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ DNA ടെസ്റ്റ് നടത്തിയിരുന്നു. 401 DNA ടെസ്റ്റുകൾക്കാണ് കൊടുത്തിരുന്നത്. അതിൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 401 ടെസ്റ്റുകൾ
നടത്തിയതിൽ ഇപ്പോൾ 9 ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. ഇതാരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് മന്ത്രിസഭ ഉപസമിതി ചേർന്നതിന് ശേഷമായിരിക്കും ആ വിവരങ്ങൾ പുറത്തു വരിക. അങ്ങനെയാണ് 128 പേർ കാണാമറയത്ത് എന്നുള്ളത് ആ കരട് പട്ടിക പുതുക്കുകയും 119ലേക്ക് ചുരുങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഈ കാലാവസ്ഥ മാറി മറിയുന്നുണ്ട്. ഇന്നലെ ഇതുപോലെ കാണാൻ പോലും അതായത് പരസ്പരം കാണാൻ പോലും സാധിക്കാത്ത രീതിയിൽ കോടമഞ്ഞായിരുന്നു ഈ ചൂരൽമലയും മുണ്ടക്കൈയുള്ള പ്രദേശത്ത്. അതും ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് അങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ ഒരു ഏകദേശം തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇങ്ങനെ മാറി മറിയുന്നു കാലാവസ്ഥ എന്നുള്ളതും ഈ ഒരു പ്രദേശത്ത് ഞാനിപ്പോൾ ഒരു 10-11 ദിവസമായി കാണുന്നു. പക്ഷേ ഇന്നലെ ഉണ്ടായതുപോലുള്ള ഒരു കോടമഞ്ഞ് അതിന് മുൻപ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കാലാവസ്ഥ മാറി മറിയുന്നു എന്നുള്ളതും ഈ ഭൂമിയുടെ ശരി വിപിൻ, ഏതായാലും ഈ വയനാടിനെ അവിടേക്ക് ഈ പുറത്തുള്ള വിദേശികളെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് ആകർഷിച്ചിരുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ഒരു കാലാവസ്ഥ, അവിടുത്തെ കോടമഞ്ഞും അതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ തന്നെ. പക്ഷേ ഇതിപ്പോൾ നമുക്ക് അതിജീവനത്തിൻ്റെ ഒരു പാതയിൽ ഈ കോടമഞ്ഞൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാകുന്നു. ഇന്നിപ്പോൾ അങ്ങനെ കാലാവസ്ഥ അനുകൂലമായി നിൽക്കട്ടെ, ഇന്നൊരു ഞായറാഴ്ചയാണ്, തെളിഞ്ഞ പ്രഭാതമാകട്ടെ. ക്രിസ്റ്റിന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു മാനസിക പിന്തുണ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ വീട് ഇരുന്നിടത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മടങ്ങി വരുന്ന ഒരു വേദനയുണ്ടല്ലോ, അത് നമ്മൾ അവിടെ നിന്ന് നമ്മളെ ആ സ്ഥാനത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ ഒരു കാര്യങ്ങളുടെ ഒരു തീവ്രത മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത്, പക്ഷെ അതിന് മുൻപ് ഒരുപാട് പേര് നമുക്ക് സന്ദേശങ്ങൾ, സീന മുഹമ്മദ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരെ ആരെങ്കിലും കണ്ണൂരിട്ടുന്നുണ്ടോ സന്ദേശങ്ങൾ വായിക്കരുത് എന്ന് പറഞ്ഞു. ഒരിക്കലും ഇല്ല. നമുക്ക് ആകെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വാർത്തകൾ വരുമ്പോൾ സമയക്കുറവുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ നിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം വരും, അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്കൊപ്പമാണെന്ന് എപ്പോഴും സാറ് പറയുന്നതല്ലേ. നമ്മൾ പ്രേക്ഷകർക്കൊപ്പം എന്ന് പറയുന്നതിൽ കൂടുതൽ അവരാണ് നമ്മുടെ കരുത്ത്. അതുകൊണ്ട് തന്നെ ആ മെസ്സേജുകളെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. ഇത് വായിക്കുമ്പോൾ സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോ കാര്യത്തിലും പ്രതികരിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഓരോ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണുന്നതിൽ സന്തോഷമുണ്ട്. അതെ, SKN സാർ എവിടെയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. SKNനെ കണ്ടാണ് ഞങ്ങളുടെ പ്രഭാതം തുടങ്ങുന്നത്, ഇല്ലെങ്കിൽ ഒരു ഊർജ്ജമില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കിതിരി ഊർജ്ജക്കുറവുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാലോ, ഈ വാർത്ത നിങ്ങൾ കേൾക്കുന്നവർക്കും നമ്മൾ വായിക്കുന്നവർക്കും വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഇനിയിപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്തിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാമല്ലേ, അവിടെ നിന്നിട്ട് ഈ തലേ ദിവസം തുടങ്ങി, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസം തുടങ്ങി അവിടെ ഉള്ള ആളാണ്. സുർജിത്തിലേക്ക് നമുക്ക് പോവാം ക്രിസ്റ്റിന. സുർജിത്തിനോട് നമ്മൾ ചോദിക്കുമ്പോഴേ, സുർജിത്ത് ഇതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. സുർജിത്ത് കടന്നുപോയ മാനസികമായ ഒരു ആഘാതം എന്ന് പറയുന്നത് വലുതാണ്. അതുകൊണ്ട് തന്നെ സുർജിത്ത് ഒരു മാനസികമായി ബെറ്ററായി വരുന്നുണ്ടോ എന്ന കാര്യമാണ് ആദ്യം അറിയേണ്ടത്. അതിജീവിച്ചല്ലേ പറ്റൂ ക്രിസ്റ്റീന സ്മിത. എന്തായാലും അതിജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നാട്ടുകാരുടെ ട്രോമ എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. നമുക്കോ വലിയൊരു മാനസികാഘാതം തന്നെയാണ്. കാരണം തലേ ദിവസം വന്ന സ്ഥലം, ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള സ്ഥലം, ആ സ്ഥലം ഇങ്ങനെ ഈ വിധത്തിൽ വീണ്ടും കാണേണ്ടി വരുമ്പോൾ ഒരു പ്രയാസമുണ്ട്. നമ്മൾ കണ്ട മനുഷ്യർ പലരും ഇപ്പോൾ ഇല്ല എന്നുള്ള വാസ്തവം കൂടി അംഗീകരിക്കുക. ഇനി വേണ്ടത് എന്തായാലും അതിനെ അതിജീവിച്ച് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് മാത്രമാണ് പോംവഴി. ആ തരത്തിലേക്കുള്ള ചർച്ചകളാണ് ഇനി ഉയരേണ്ടത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ധാരാളം ചുരമലക്കാർ ഇവിടെ ഈ രാവിലെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ പ്രദേശം കാണാൻ. നമുക്ക് അദ്ദേഹത്തിലേക്ക് ഒന്ന് പോകാം. ചേട്ടാ, പേരെന്താ? എൻ്റെ പേര് രാജൻ. ഞാൻ ഇവിടെ തന്നെ നീലിക്കാപ്പിലാണ് താമസം. ഞാനിവിടെ അട്ടമലയിലെ മാനേജറിൻ്റെ കാർ ഓടിക്കുകയാണ്. അപ്പോൾ അവിടെ ബംഗ്ലാവുക്ക് ഇപ്പോൾ പട്ടികൾക്ക് ചോറ് വയ്ക്കാനുണ്ട്, പോയി കൊടുത്തിട്ട് വരികയാണ്. അവരൊക്കെ അരിപ്പട്ടയിലാണ് താമസം. സാറൊക്കെ വരും, നാളെ മറ്റന്നാളായിട്ട് എല്ലാവരും വരും. ഇവിടെ പഴയ പോലെ എല്ലാം വെച്ച് ആയി വരണം. നീ അങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, കുറച്ച് സമയമെടുക്കും. എന്നാലും നമ്മൾ അന്യനാട്ടിൽ പോയിട്ട് എങ്ങനെ ജീവിക്കും? ഈ നാട്ടിൽ ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റില്ലല്ലോ എത്രയായാലും. ഇവിടെ തന്നെ നമ്മൾ പണിയൊക്കെ ജനിച്ച് വളർന്ന നാടാണ്, നമുക്ക് പോകാൻ പറ്റില്ലല്ലോ എത്രയായാലും. പിന്നെ പോയത് പോയി, ഇനി എന്തായാലും കുറച്ച് അങ്ങനെ എല്ലാം ശ്രമിച്ച് വരും എന്ന് പ്രതീക്ഷയുണ്ട്. നമ്മളെ കുടുംബത്തിൽ ഒരു 6 പേര് പെട്ടിട്ടുണ്ട്. അപ്പുറത്ത് വീട്ടിൽ പോയിട്ടുണ്ട്. മരുമകൻ്റെ അമ്മോസൻ്റെ അളിയന് അനിയന്മാരെ അതൊക്കെ പോയിട്ടുണ്ട്. എന്നാലും മരുമകൻ്റെ കുട്ടിയും പോയിട്ടുണ്ട്. എല്ലാം എന്താ ചെയ്യുക, അടുത്ത കാര്യങ്ങളൊക്കെ ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കണ്ടേ? പണിയെടുത്ത് എസ്റ്റേറ്റ് തോട്ടമുള്ളത് കൊണ്ട് ഇപ്പോൾ എങ്ങനെയും പണിയെടുത്ത് ഞങ്ങൾ ജീവിക്കാം. കഴിഞ്ഞ പുത്തുമളയൊക്കെ ഉരുളൊക്കെ പൊട്ടിയിട്ട് തോട്ടം എല്ലാ സഹായങ്ങളും ചെയ്തു, ഒപ്പം നിന്നു. അതേപോലെ ഇപ്രാവശ്യം ചെയ്യുന്നു. എല്ലാവർക്കും പണികളൊക്കെ കൊടുത്ത് എന്നെല്ലാം നോക്കും എന്ന പ്രതീക്ഷയുണ്ട്.
എന്തായാലും അതിജീവനത്തിന്റെ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 6 പേർ നഷ്ടപ്പെട്ടു ഈ ദുരന്തത്തിൽ. ഇങ്ങനെ എത്രയോ മനുഷ്യർ ഇനിയും കണ്ടെത്താൻ എത്രയോ മനുഷ്യരുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആളുകളെല്ലാം തന്നെ ഇപ്പോൾ DNA പരിശോധനാ ഫലം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 9 പേരുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പട്ടിക, അതായത് കാണാതായവരുടെ പട്ടിക ഉൾപ്പെടെ കുറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടമെന്ന് പറയുന്നത് ചൂരൽമലയാണ്. നമുക്ക് വെള്ളാർമല സ്കൂൾ കാണാം. എന്തായാലും ഈ വെള്ളാർമല സ്കൂളിലെ അടക്കം 2 സ്കൂളുകളാണ് പൂർണ്ണമായും നശിച്ചിട്ടുള്ളത്. വെള്ളാർമല സ്കൂളിലും ഒപ്പം തന്നെ ഈ മുണ്ടക്കൈ സ്കൂളിലും ഉൾപ്പെടുന്ന 614 വിദ്യാർത്ഥികൾക്കാണ് ബദൽ സൗകര്യങ്ങൾ ഒരുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ തന്നെ ആ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഈ മേപ്പാടി സ്കൂളിൽ ആദ്യഘട്ടത്തിൽ 12 ക്ലാസ് മുറികൾ സജ്ജീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള APJ ഹാളിലും ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമുണ്ട്. വെള്ളാർമല സ്കൂളിലെ 552 കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ 62 കുട്ടികൾക്കുമാണ് അധിക സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ലാബ് അതോടൊപ്പം തന്നെ ക്ലാസ് മുറികൾ എന്നിവയ്ക്കൊപ്പം മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ ഭക്ഷണം ഉൾപ്പെടെ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഈ പ്രാഥമിക കണക്കെടുപ്പ് പ്രകാരം ഉരുൾപൊട്ടൽ 17 കുട്ടികളെയാണ് കാണാതായത്. 36 കുട്ടികൾ ഈ ദുരന്തത്തിൻ്റെ ഇരകളായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ പൊതു കണക്കുകൾ. ഇവർക്ക് കുട്ടികൾക്ക് വേണ്ട, അതായത് ശേഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ട പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കാനുള്ള നടപടി, യൂണിഫോം ലഭ്യമാക്കാനുള്ള നടപടി, അത്തരം നടപടികളെല്ലാം തന്നെ അതിവേഗം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മാത്രമല്ല ഈ ധാരാളം ഈ ഉരുൾപൊട്ടൽ ബാധിതർക്കായി SBI ബ്രാഞ്ച്, കോട്ടപ്പടി ബ്രാഞ്ച് ഈ മണ്ണ് കലർന്ന ഉൾപ്പെടെയുള്ള വികൃതവുമായ നോട്ടുകൾ മാറ്റാനുള്ള ഒരു നടപടി അതെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ അദാലത്താണ്. ഈ രേഖകൾ നഷ്ടപ്പെട്ട ആളുകളുടെ അദാലത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉരുൾപൊട്ടൽ നഷ്ടപ്പെട്ട വാഹനങ്ങളുടെ കണക്ക് മോട്ടോർ വാഹന വകുപ്പ് പൂർണ്ണമായി ശേഖരിക്കുന്നുണ്ട്. അതായത് അത് പട്ടിക തിരിച്ചാണ് ശേഖരിക്കുന്നത്. പൂർണ്ണമായി നഷ്ടപ്പെട്ട വാഹനങ്ങൾ, ഉപയോഗയോഗ്യമല്ലാത്ത വാഹനങ്ങൾ എന്നിവയുടെ വിവരങ്ങളാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നമ്പർ അടക്കം വെച്ചുകൊണ്ട് ശേഖരിക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു ദുരന്ത സ്മാരകമായി ശേഷിക്കുന്നു ഈ പ്രദേശം എന്നുള്ളത് തന്നെയാണ്. മുകളിൽ നിന്ന് പൊട്ടിയടർന്ന് പുഞ്ചിരിമട്ടം കടന്ന് നേരെ മുണ്ടക്കയിൽ നിന്ന് ഞാൻ നിൽക്കുന്ന ചൂരൽമല, ഇതിന് താഴേക്ക് അങ്ങനെ അട്ടമലയുടെ ഭാഗം, അവിടെ നിന്നും അങ്ങനെ സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്ന് ചാലിയാറിലേക്ക്, കാന്തമ്പാറയും പിന്നിട്ട് ചാലിയാറിലേക്ക് ഒഴുകിയ മൃതദേഹങ്ങൾ, അതോടൊപ്പം തന്നെ ആ ഒരു ഒഴുക്ക് എന്തായാലും അതിജീവിക്കുമെന്ന് ഉറപ്പാണ്. അതിജീവിക്കാതെ തരമില്ലല്ലോ. എല്ലാ ദുരന്തങ്ങളിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ആ ഒരു അതിജീവനം ഉണ്ടാകും. അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. സർക്കാർ ഇടപെടുന്നുണ്ട്. എന്തായാലും അത്തരം നടപടികളിലേക്ക് ഇനി ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഇടപെടൽ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കണക്ക് കൂട്ടുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇത് ഏത് ഇരുൾക്കുഴി മേലുരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് ഇരുട്ടിലും നമുക്കിങ്ങനെ വെളിച്ചമേകി നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. പക്ഷെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.